ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇത് നമ്മൾ വിഷുവൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് ഗുരുവായൂർക്ക് പോവുകയാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ് ഗുരുവായൂർ ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്കത് സാധിച്ചത്. ഞാൻ എൻ്റെ വീട്ടിലത്തെ അമ്മ, ആങ്ങള, അതുപോലെ ആങ്ങളുടെ മോള്, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത്. അപ്പോൾ പോയി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ എൻ്റെ മോനാണ് വീഡിയോ പിടിക്കണത്. അത് കാരണം കൊണ്ട് ആളതിലില്ല, അവൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി അങ്ങനെ യാത്ര, അവിടെ നിന്നാണ് യാത്ര കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മ, ഇതാങ്ങള. പിന്നെ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വഴികളൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് നമ്മുടെ നാട്. അവിടെ നിന്നൊക്കെ നമ്മളങ്ങനെ പോയി. അപ്പോൾ ഗുരുവായൂർ പോവുക ഈവനിങ്ങിനാണ് കേട്ടോ പോണത്. നമ്മൾ രാവിലെ അല്ല പോണത്. ഞങ്ങളൊരു 3 മണി ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ ഒരു 5 മണിയായി. ഞാൻ പറയണത്, എനിക്ക് തോന്നുന്നു രാവിലത്തെക്കാളും പോയി നമുക്ക് ശരിക്കും ദർശനം കിട്ടണ ഒരു ടൈം ഈ വൈകുന്നേരത്താണ്. നമുക്ക് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര തിരക്ക്, എന്തായാലും ഗുരുവായൂർ തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി വഴിയാണ് കേട്ടോ ഗുരുവായൂർക്ക് പോയത്. അപ്പോൾ പഴയന്നൂരൊക്കെ പാസ് ചെയ്ത് അങ്ങനെയാണ് പോണത്. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ നാട് കാടും മലകളും ഒക്കെ തിങ്ങി നിറഞ്ഞ നാടാണ്. ഇത് നമുക്ക് പഴയന്നൂർ എത്തിയിട്ട് നമുക്കിവിടെ പഴയന്നൂർ ഇവിടെ ഒരു അമ്പലമുണ്ട്, പഴയന്നൂർ ശ്രീ അന്നപൂർണേശ്വരി ടെമ്പിള്. അവിടെ കോഴികളൊക്കെയാണ് കൂടുതൽ ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആ അമ്പലത്തേക്കും പോയിട്ട് ഞാൻ കുറേ ആയി. ഇനി അവിടേക്ക് ഒരു ദിവസം പോകണം. അതിപ്പോൾ എനിക്ക് വീട്ടിൻ്റെ അടുത്തുനിന്ന് പോകാൻ അടുത്താണ്. അപ്പോൾ നമ്മൾ പഴയന്നൂർ വഴി അങ്ങനെ പോയി അകമല, ഉത്രാളിക്കാവ്, ഇതൊക്കെ ആ വഴിക്കൊക്കെ പോയിട്ട് കുറേ നാളുകളായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പഴയതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. കാരണം നമ്മുടെ നാട് ആ വഴിക്ക് പോകുന്നതേ ഇല്ലല്ലോ. അപ്പോൾ അമ്പലം കാണിച്ചു തരാം കേട്ടോ, പഴയന്നൂർ. അപ്പോൾ ഇതാണ് കേട്ടോ പഴയന്നൂർ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഇവിടെ നമ്മൾ നിറമാല, അതുപോലെ ആറാട്ട് ഒക്കെ ഉണ്ട്. ആറാട്ട് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോയി. ഇനി ഇവിടെ നിന്നൊക്കെ നല്ല റോഡുകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമ്മൾ തൃശ്ശൂർക്ക് പോണ റോഡാണ്. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അറിയുമായിരിക്കും. നമ്മൾ ഇവിടെ ഈ വഴിക്ക് നമ്മൾ കുതിരാനിൽ പോകുമ്പോൾ ഇങ്ങനെ ചില്ലറയൊക്കെ എറിയില്ല, അതേപോലെ തന്നെയാണ് അകമല പോകുമ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പൈസ ഇട്ടിട്ടൊക്കെയാണ് പോവാറ്. നമ്മൾ ആ വഴിക്ക് യാത്ര ഇല്ലാത്ത കാരണം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പം അങ്ങനെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടങ്ങളിലൊക്കെ കെട്ടുനിറകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ കുതിരാൻ പോലെ തന്നെ. ഇപ്പോൾ കുതിരാനിലേക്ക് പോകാൻ നമുക്കൊരു വഴി ഇല്ലാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേഗം ആ വഴിക്കുള്ള റോഡുകളൊക്കെ വരട്ടെ. കുതിരാനിലേക്ക് പോകാൻ വഴി ഇല്ലാതെ അല്ല കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ ബസ്സുകളൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അത് കൂടെ ബസ് റൂട്ടില്ലല്ലോ. അത് കൂടെ റോഡ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും വേഗം റോഡാവട്ടെ, നമുക്കപ്പോൾ അത് കൂടെയൊക്കെ പോയി വരാം കുതിരാനിലേക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഉത്രാളിക്കാവ്, പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ഒക്കെ കഴിഞ്ഞു. നമുക്ക് എന്നാലും അതൊന്ന് വെറുതെ ഞങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു വൈബാണ് ഉത്രാളിക്കാവ് പറയുമ്പോൾ, പാടത്തിൻ്റെ സൈഡിലുള്ള അമ്പലവും. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു കേട്ടോ. ഉത്രാളിക്കാവ് എത്തുമ്പോൾ നമുക്ക് പറയാം, കാരണം വെറുതെ ഒന്നിങ്ങനെ എടുത്ത് പോയി എന്നേ ഉള്ളൂ. നമ്മളത് ഡീപ്പായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ആ വഴിക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം. കാരണം നമുക്ക് എത്രയും വേഗം ഗുരുവായൂർ എത്തുക എന്നുള്ളൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. രാവിലെ പോവും നമ്മൾ. ഇതുവരെ പോയാലും അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മൾ വെറുതെ അവിടെ ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് പറയാൻ മാത്രമല്ല, അത് നന്നായി തൊഴാനൊന്നും ഇതുവരെ പറ്റിയിട്ടേ ഇല്ല രാവിലെങ്ങളിലൊന്നും പോയിട്ട്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും ഗുരുവായൂരപ്പനെ കാണണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഉച്ച കഴിഞ്ഞിട്ടുള്ള യാത്ര എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ ഭയങ്കര ചൂട്. പിന്നെ ഈ ഒരു 5 മണിക്ക് ശേഷമൊക്കെ ഉള്ള യാത്ര വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്നാലും ചൂടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ പോയി. അതെ, ഉത്രാളിക്കാവ് ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാണിച്ചു തരാം. വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേട്ടോ ഉത്രാളിക്കാവ് എത്താറായിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു തരം വൈബാണ് കേട്ടോ. ഭയങ്കര ഫീലാണ് അത് കാണാൻ.
നമ്മൾ ഈ വഴിക്ക് പോവാത്തത് കാരണം കൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ആദ്യം എൻ്റെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ തൃശ്ശൂർ യാത്ര ആ വഴിക്കാണ്. ഇപ്പോഴൊക്കെ വാണിയമ്പാറ വഴിക്കല്ലേ പോണത്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോകുന്നതേ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ഇനി നമ്മൾ ഗുരുവായൂർക്കുള്ള വഴി വടക്കാഞ്ചേരിയിൽ നിന്ന് ശരിക്കും നമ്മൾ ഗുരുവായൂർ റൂട്ടിലേക്കൊക്കെ കയറി അങ്ങനെയുള്ള യാത്രകളാണ്. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളവിടെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, അവിടെ എടുത്തതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിനകത്ത് കയറി കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ്, അറിയാമല്ലോ. അമ്പലത്തിൻ്റെ ആ എൻട്രൻസൊക്കെ സൂപ്പറാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഫോണും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്ത്, ഇതിപ്പോൾ തൊഴുത് വന്നതിൻ്റെ ശേഷം എടുത്തതാണ് കേട്ടോ. ഫോണും ബാഗൊക്കെ നമ്മളവിടെ ഏൽപ്പിച്ചു കൗണ്ടറിൽ. എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ 1.25 മണിക്കൂറോളം നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷേ എനിക്കതൊരു വെയിറ്റിംഗ് ആയി തോന്നിയില്ല. കാരണം ഇപ്പോൾ ഫാനുണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളത് എൻജോയ് ചെയ്തു ശരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തൊഴുത് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്കിതൊക്കെ കാണാൻ ഭയങ്കര കൗതുകമായിട്ട് ഭയങ്കര രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒന്നും വാങ്ങിയില്ലെങ്കിൽ കൂടെ വെറുതെ ഞങ്ങളിങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ പോയി ഇങ്ങനെ കണ്ട് മയിൽപ്പീലി. എന്നിട്ട് നമ്മളൊരു കൃഷ്ണനെ മേടിച്ചു കൂട്ടാ. ഇതൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ മേടിക്കാനുള്ളതൊക്കെ മേടിച്ച് വീണ്ടും നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗുരുവായൂർ പോയ വീഡിയോ ഇത്രയൊക്കെ നമ്മുടെ കയ്യിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം.